പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് തൊഴിൽ വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഏതാനും ചില GK ചോദ്യങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ ചോദ്യങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തത്, 2024-25 സീസണിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീം ഏതാണ്? അത് വിദർഭ ടീമാണ്. 2024-25 സീസണിലെ രഞ്ജി ട്രോഫി കിരീടം നേടിയ ടീമാണ് വിദർഭ ടീമാണ്. അപ്പം ഫൈനലിൽ കേരളത്തെ തോൽപ്പിച്ചാണ് വിദർഭ കിരീടം സ്വന്തമാക്കിയത്. ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെയും സെമിയിൽ ഗുജറാത്തിനെയും മറികടന്നാണ് കേരളം ഫൈനലിൽ എത്തിയത്. അടുത്ത ചോദ്യം, സ്വകാര്യ സർവകലാശാല ബിൽ, സർവകലാശാല ഭേദഗതി ബിൽ എന്നിവ നിയമസഭയിൽ അവതരിപ്പിച്ചത് എന്നാണ്? അത് 2025 മാർച്ച് മാസം 3-ാം തീയതിയാണ്. 2025 മാർച്ച് 3-നാണ് സ്വകാര്യ സർവകലാശാല ബില്ല്, സർവകലാശാല നിയമ ഭേദഗതി ബില്ല് എന്നിവ നിയമസഭയിൽ അവതരിപ്പിച്ചത്. അടുത്തത്, ഓസ്കറിൻ്റെ 97-ാം പതിപ്പിൽ ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറ എന്ന ചിത്രത്തിന് എത്ര പുരസ്കാരങ്ങളാണ് ലഭിച്ചത്? അത് 5 പുരസ്കാരങ്ങളാണ്. ഓസ്കറിൻ്റെ 97-ാം പതിപ്പിലാണ് ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറ എന്ന ചിത്രത്തിന് ലഡാക്ക്, പീർപ്പാഞ്ചൽ തുടങ്ങി പർവ്വതനിരകൾ ഉൾപ്പെട്ട ഹിമാലയൻ ഉപവിഭാഗം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? അത് വടക്കു പടിഞ്ഞാറൻ ഹിമാലയമാണ്. കാരക്കോറം, ലഡാക്ക്, പീർപ്പഞ്ചൽ തുടങ്ങിയവ വടക്കു പടിഞ്ഞാറൻ ഹിമാലയമാണ്. കാരക്കോറം, ലഡാക്ക്, പീർപ്പഞ്ചൽ ഇവ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിൽ ഉൾപ്പെടുന്നു. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായി കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്ന് അറിയപ്പെടുന്നത്. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിലായി കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഉപവിഭാഗമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അടുത്ത്, കങ്തു, നംചബർവ എന്നീ കൊടുമുടികൾ കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ് അരുണാചൽ ഹിമാലയം. കങ്തു, നംചബർവ ഇത് ഉൾപ്പെടുന്നത് അരുണാചൽ ഹിമാലയത്തിലാണ്. കാരക്കോറം, ലഡാക്ക്, പീർപ്പാഞ്ചൽ എന്നിവ വടക്കു പടിഞ്ഞാറൻ ഹിമാലയം. പടിഞ്ഞാറ് രവി നദിക്കും കിഴക്ക് കാളി നദിക്കും ഇടയിൽ വരുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയം. കങ്തു, നംചബർവ എന്നീ കൊടുമുടികൾ കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമാണ് അരുണാചൽ ഹിമാലയം. അടുത്തത്, പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്നത് ചുരങ്ങൾ എന്നുള്ള പേരിലാണ്. പർവ്വതങ്ങൾ മുറിച്ചു കടക്കാൻ സഹായിക്കുന്ന സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്നത് ചുരങ്ങൾ എന്നാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ചുരങ്ങളെ പരിചയപ്പെടുമ്പോൾ ലിപ്പുലേഖ് ചുരം, ഉത്തരാഖണ്ഡ്, തിബറ്റ്. ഷിപ്കില ചുരം, ഹിമാചൽ പ്രദേശ്, തിബറ്റ്. സോജില, ശ്രീനഗർ, കാർഗിൽ. നാഥുല, സിക്കിം, തിബറ്റ്. ബോഡിൻല, അരുണാചൽ പ്രദേശ്, തിബറ്റ്. ബനിഹാൾ, ജമ്മു ആൻഡ് ശ്രീനഗർ. ബാരാലാച്ച് ഹിമാചൽ, ലേ, ലഡാക്ക്. ബോർഗട്ട്, മുംബൈ, പൂനെ. താൽഗട്ട്, നാസിക്, മുംബൈ. റോങ്താങ്, കുളു, ലുഹൂൾ, സ്പിത്തി താഴ്വര. ദിഹാങ്, അരുണാചൽ പ്രദേശ്, മാൻഡ്ലെ. ഖാർതുംഗ്ല, ലേ, സിയാച്ചിൻ. ദബ്സ, കുളു, സ്പിതി താഴ്വര. നിധി, ഉത്തരാഖണ്ഡ്, തിബറ്റ്. അടുത്ത ചോദ്യം, വടക്കൻ സമതലത്തിൽ രൂപവൽക്കരണത്തിന് സഹായിക്കുന്ന പ്രധാന നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സമതല രൂപീകരണത്തിന് സഹായിക്കുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്ന് 8-10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയക്കൽ ഭൂവിഭാഗമാണ് ബാബർ. സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായിട്ട് ചരിവ് അവസാനിക്കുന്നിടത്ത് നിന്ന് 8-10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയക്കൽ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ബാബർ എന്നാണ് അറിയപ്പെടുന്നത്. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളെ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ സായുധ സേനാംഗങ്ങൾ മനുഷ്യാവകാശം ലംഘിച്ചെന്ന പരാതി കൈകാര്യം ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. സായുധ സേനാംഗങ്ങൾ മനുഷ്യാവകാശം ലംഘിച്ചെന്ന പരാതി കൈകാര്യം ചെയ്യാവുന്നതാണ്.
അടുത്തത് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്ന നിയമം 2005 പ്രകാരം ശാരീരിക ദുരുപയോഗം എന്നതിൽ ഉൾപ്പെടുന്ന നടപടിയോ പെരുമാറ്റമോ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 1. പരാതിക്കാരിയെ ശാരീരികമായി വേദനിപ്പിക്കുക, ശരീരാവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുക, വളർച്ചയ്ക്കും വികാസത്തിനും തടസ്സം സൃഷ്ടിക്കുക, കയ്യേറ്റമോ കുറ്റകരമായ ഭീഷണിയോ ബലപ്രയോഗമോ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ ആക്ടു പ്രകാരം വിജ്ഞാപനം ചെയ്യപ്പെടാത്ത ഭൂമിയുടെ വിസ്തൃതി 20.2 ആറിലധികമാണെങ്കിൽ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനം ജലസംരക്ഷണ നടപടികൾക്ക് മാറ്റിവെക്കണം എന്നുള്ളതാണ്. അത് 10% ആണ്. 10%. 2005 വിവരാവകാശ നിയമപ്രകാരം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ തീരുമാനത്തിൽ അതൃപ്തിയുള്ളയാൾക്ക് തീരുമാനം ലഭിച്ച് എത്ര ദിവസത്തിനുള്ളിൽ അപ്പീൽ നൽകാവുന്നതാണ്? 30 ദിവസത്തിനുള്ളിലാണ്. 30 ദിവസത്തിനുള്ളിൽ. കുട്ടികളുടെ അവകാശ ഉടമ്പടിയിൽ ഭാരത സർക്കാർ ഒപ്പുവച്ചത് എന്നാണ്? 1992 ഡിസംബർ 11-നാണ്. 1992 ഡിസംബർ 11-നാണ്. നെക്സ്റ്റ്, തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്കു നേരെയുണ്ടാകുന്ന ലൈംഗികാതിക്രമം നിയമം 2013 ബന്ധപ്പെട്ട ചുവടെ പറയുന്നവയിലെ ശരിയായ പ്രസ്താവനകൾ എന്തെല്ലാമാണ്? ഇന്റേണൽ കമ്മിറ്റിയുടെ അധ്യക്ഷ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നു. ഇന്റേണൽ കമ്മിറ്റിയുടെ അധ്യക്ഷ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് അറിയപ്പെടുന്നു. അടുത്തത്, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം 2016 പ്രതിപാദിക്കുന്ന ഭിന്നശേഷി വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാമാണ്? കായികമായ വൈകല്യങ്ങൾ, ബൗദ്ധികമായ ന്യൂനതകൾ, മാനസികമായ രോഗാവസ്ഥ, വിവിധ രോഗങ്ങൾ മൂലമുള്ള ഭിന്നശേഷി. ഇതെല്ലാം ഉൾപ്പെടുന്നവയാണ്. അടുത്തത്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന പണ്ഡിതന്മാരായ ചിന്നത്തമ്പി പിള്ള, ദേവനായകം പിള്ള എന്നിവരാൽ രൂപം നൽകിയതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? അത് ചവിട്ടുനാടകമാണ്. ചവിട്ടുനാടകം. 17-18 ശതകങ്ങളിലായി കഥകളിക്ക് ബദലായി ക്രിസ്ത്യൻ മത മേലധികാരികൾ വികസിപ്പിച്ച കലാരൂപമാണ് ചവിട്ടുനാട്ടം. യൂറോപ്പിലെ ഓപ്പറയോടാണ് ഈ കലാരൂപത്തിന് സാമ്യമുള്ളത്. തട്ടുപൊളിപ്പൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ആദ്യത്തെ ചവിട്ട് നാടകമാണ് കാറൽമാൻ ചരിതം. ആദ്യത്തേത് കാറൽമാൻ ചരിതം. ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം ഏതാണ്? കൊട്ടിയൂർ ഉത്സവമാണ്. കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കൊട്ടിയൂർ ശിവക്ഷേത്രം ഇവിടുത്തെ ഉത്സവമാണ്. വൈശാഖ മഹോത്സവം. അടുത്തത്, രാജ്യദ്രോഹിയായ രാജ്യസ്നേഹി എന്ന പുസ്തകം ആരുടെ ജീവചരിത്രമാണ്? അത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടേതാണ്. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ള. കലയ്ക്കുവേണ്ടി എന്ന വാദത്തിനെതിരായിട്ട് കുട്ടിക്കൃഷ്ണമാരാർ രചിച്ച കൃതി. കലയ്ക്കുവേണ്ടി എന്ന വാദത്തിനെതിരായി കുട്ടിക്കൃഷ്ണമാരാർ രചിച്ച കൃതി ആണ് കല ജീവിതം തന്നെ. കല ജീവിതം തന്നെ. പൂതനാകൃഷ്ണൻ എന്നറിയപ്പെടുന്ന കഥകളി ആചാര്യൻ ആരാണ്? കലാമണ്ഡലം കൃഷ്ണൻ നായരാണ്. പൂതനാകൃഷ്ണൻ എന്നറിയപ്പെടുന്നത് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ്. അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപം ഏതാണ്? അത് കൂടിയാട്ടമാണ്. അഭിനയത്തിൻ്റെ അമ്മ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലാരൂപമാണ് കൂടിയാട്ടം. കഥകളിയിലെ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായമാണ്. കഥകളിയിലെ വടക്കൻ ചിട്ട എന്നറിയപ്പെടുന്നത് കല്ലടിക്കോടൻ സമ്പ്രദായം ആണ്. അടുത്തത്, പ്രസിദ്ധമായ വൈക്കത്തഷ്ടമി എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്? വൈക്കത്ത അഷ്ടമി 12 ദിവസമാണ്. കാവുതീണ്ടൽ ഏതുത്സവത്തിൻ്റെ ഭാഗമായ ചടങ്ങാണ്? കാവുതീണ്ടൽ കൊടുങ്ങല്ലൂർ ഭരണിയുടെ ഭാഗമാണ്. മൃദംഗ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരാണ്? മൃദംഗ ചക്രവർത്തിയാണ് പാലക്കാട് മണിയയ്യർ. ആനയൂട്ടിന് പ്രസിദ്ധമായ ക്ഷേത്രമാണ് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. ആനയൂട്ട് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ ആറ്റുകാൽ പൊങ്കാല. സ്ത്രീകൾ ഏറ്റവും കൂടുതലായി ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് റെക്കോർഡ് നേടിയതാണ് ആറ്റുകാൽ പൊങ്കാല. ചിനക്കത്തൂർ പൂരം എന്ന് നടത്തപ്പെടുന്നത് എവിടെയാണ്? പാലപ്പുറം. ഒറ്റപ്പാലം പാലക്കാടാണ്. ചിനക്കത്തൂർ പൂരം പാലക്കാട്. ഒറ്റപ്പാലം പാലപ്പുറം.
അന്തി മഹാകാളൻ കാവുവേല നടത്തുന്നത് എവിടെയാണ്? ചേലക്കര, തൃശ്ശൂര് ചേലക്കരയിലാണ് അന്തി മഹാകാളൻ കാവുവേല. അന്തി മഹാകാളൻ കാവുവേല നടത്തുന്നത് ചേലക്കര. വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് എന്താണ്? നെന്മാറ വേലയാണ്. വേലകളുടെ വേല നെന്മാറ വേലയാണ്. വേണാട് രാജാവും കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ സ്മരണയുണർത്തുന്ന ഉത്സവമാണ് ഓച്ചിറക്കളിയാണ്. ഓച്ചിറക്കളി. വേണാട് രാജാവും കായംകുളം രാജാവും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ സ്മരണയുണർത്തുന്ന ഉത്സവമാണ് ഓച്ചിറക്കളി. ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യൻ്റെ സ്മരണാർത്ഥം നടത്തിവരുന്ന ആഘോഷമാണ് പട്ടാമ്പി നേർച്ച. പട്ടാമ്പി നേർച്ച. വടക്കാഞ്ചേരി ശ്രീ രുധിര മഹാകാളി ക്ഷേത്രത്തിലെ ഉത്സവം അറിയപ്പെടുന്ന പേര്? ഉത്രാളിക്കാവ് പൂരം. തൃശ്ശൂരാണ്. വടക്കാഞ്ചേരി ശ്രീ രുധിര മഹാകാളി ക്ഷേത്രത്തിലെ ഉത്സവമാണ് ഉത്രാളിക്കാവ് പൂരം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആറാട്ടുമായി ബന്ധപ്പെട്ട ആറാട്ടുമണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശംഖുമുഖം. ആറാട്ടുകടവ്. ശംഖുമുഖം. ആറാട്ടുമണ്ഡപം ശംഖുമുഖം. പ്രസിദ്ധമായ മച്ചാട്ടുമാമാങ്കം നടക്കുന്നത് എവിടെയാണ്? മച്ചാട്ട്, തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രം, വടക്കാഞ്ചേരി, തൃശ്ശൂർ. മണ്ണാർക്കാട് പള്ളിയിലെ വാർഷികോത്സവം അറിയപ്പെടുന്നതാണ് 8 നോമ്പ് പെരുന്നാൾ. മണ്ണാർക്കാട് പള്ളി വാർഷികോത്സവം 8 നോമ്പ് പെരുന്നാൾ. അപ്പവാണിഭം നേർച്ച നടക്കുന്നത്? ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിദ്, കോഴിക്കോട്. അപ്പവാണിഭം നേർച്ച ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിദ്, കോഴിക്കോട്. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതാണ് ആറാട്ടുപുഴ പൂരം. പൂരങ്ങളുടെ മാതാവ് ആറാട്ടുപുഴ പൂരം. ഭീമാപ്പള്ളി ഉറൂസ് നടക്കുന്നത് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. ഭീമാപ്പള്ളി ഉറൂസ് തിരുവനന്തപുരം. ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരനറിയപ്പെടുന്ന പേരാണ് പ്രമാണി. ചെണ്ടമേളം നിയന്ത്രിക്കുന്ന മേളക്കാരനറിയപ്പെടുന്ന പേരാണ് പ്രമാണി. വിറകിടിയിൽ ഏത് ക്രൈസ്തവ ആരാധനാലയത്തിൻ്റെ പെരുന്നാളിൻ്റെ ഭാഗമാണ്? സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. വിറകിടിയിൽ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി, പുതുപ്പള്ളി, കോട്ടയം. ഉത്സവരാത്രിയിൽ പുരുഷന്മാർ സ്ത്രീകളുടെ വേഷം കെട്ടി വിളക്കുമായി വാദ്യഘോഷങ്ങളോടെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന കൊല്ലം ജില്ലയിലെ ഉത്സവമാണ് കൊറ്റംകുളങ്ങര ചമയവിളക്ക്. ചവറ. കൊറ്റംകുളങ്ങര ചമയവിളക്ക്. യോദ്ധാക്കളുടെ നിര എന്നർത്ഥം വരുന്ന ഉത്സവാഘോഷമാണ് പടയണി. പടയണി.